ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ കാറിൻ്റെ കവറൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തുകൊണ്ടാണ് ഹോണ്ട ഈ വണ്ടി എടുത്തത് അല്ലെ എടുക്കാനുള്ള സാഹചര്യമൊക്കെയാണ് ഈ വീഡിയോ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കവറും പൊട്ടിക്കണം. കവർ ഞാൻ ഇങ്ങനെ പൊട്ടിക്കാൻ നാളെ ഇട്ടേക്കുമായിരുന്നു, ചെളി പിടിക്കണ്ടല്ലോ എന്നൊക്കെ കരുതി. അപ്പോൾ അതും ഇതുകൂടെ പറയാം. ആദ്യം ഞാൻ ഈ വാഗണറും അല്ലെങ്കിൽ ബലേനോ പിന്നെ സ്വിഫ്റ്റ് ഇതൊക്കെയായിരുന്നു മേടിക്കാതിരുന്നത്. ഈ 3 വണ്ടിയായിരുന്നു ഓട്ടോവേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ഇവിടെ MC റോഡിലെ ചവിട്ടൂരിലുള്ള പോപ്പുലറിൽ പോയി ചോദിച്ചപ്പോഴത്തേനും വാഗണറിൽ ഒരു 7-7 വണ്ടി ഇറങ്ങും. LXI ഉണ്ട്, BXI ഉണ്ട്, SRXI അങ്ങനെ കുറേ മോഡലുണ്ട്. ഞാൻ LXIയും BXI ചോദിച്ചു. BXI വരുമ്പോഴത്തേക്കിനും വില കൂടുതൽ, ഒരു 8-8.5-9 ആകുമെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റാണ് എല്ലാ ഓപ്ഷനോടെ വരുമ്പോഴത്തേക്കിനും 9 മിച്ചാവും. അതിനകത്ത് ഇടയ്ക്ക് ബേസ് വേരിയൻറ്റുകൾ പല വേരിയൻറ്റുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് രണ്ടും ഇങ്ങനെ ഞാൻ തപ്പി ഇങ്ങനെ റേറ്റും ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം പലരും ഒക്കെ ചോദിച്ചപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് ഭയങ്കര പൊടിഞ്ഞു പോകും, കാര്യം മൈലേജ് ഉണ്ടെങ്കിലും പൊടിഞ്ഞു പോകും എന്നൊക്കെ. പിന്നെ ഞാൻ സ്വിഫ്റ്റ് ആഗ്രഹമുണ്ട്, മൈലേജ് ഇത്ര 25 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആഗ്രഹമുണ്ടായി. ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിയാണ് പിന്നെ പയ്യെ എടുക്കാൻ ധൃതി വെക്കണമല്ലോ എന്ന് കരുതി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ അങ്ങനെയാണ് നമ്മളൊരു സേവ് ഡേറ്റ് വർക്കിന് നമ്മുടെ പഴയ ആൾട്ടോയും കൂടെ തന്നെ പോയപ്പോഴത്തേനും വഴിയിൽ പെട്രോൾ തീർന്നിട്ട് നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ന്യായം പെട്രോൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ കോട്ടയത്തിന് പോയി. അതായത് ഇവിടെ അമ്മേനൂരിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ഒരാളെ കൂട്ടി കോട്ടയത്തിന് പോയി. നമ്മുടെ വിൻസർകാസ്റ്റ് സേവ് ഡേറ്റ് ആയിരുന്നു. സേവ് ഡേറ്റ് എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ആ ഇടവഴി കൂടിയാണ് വന്ന മണിപ്പുഴ കൂടിയുള്ള വഴി. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേന് പെട്രോൾ തീർന്നു. ഞാൻ നോക്കുന്നു ഇത്രയും ആൾട്ടോയ്ക്ക് നല്ല മൈലേജ് ഉള്ള വണ്ടി പെട്ടെന്ന് അത്ര 500 രൂപയ്ക്ക് അടിച്ചിട്ട് തീർന്നുള്ളതായത് ഞാൻ അവിടുത്തെ വണ്ടി പണിയായി, നമ്മുടെ പരിപാടിക്കൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ അന്ന് തന്നെ നേരെ വണ്ടി ഏതെങ്കിലും ഫിക്സ് ചെയ്യാന്നുള്ള കണക്കോട്ടിൽ നേരെ ഇപ്പം ബാക്കി 2-3 വണ്ടികളും കൂടി ഉണ്ടല്ലോ. പിന്നെ മറ്റേ ബലോന ചോദിക്കാൻ വേണ്ടി നെക്സയുടെ ഷോറൂം നോക്കി വന്നപ്പോഴത്തേനും ഹോണ്ടയുടെ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെക്സയുടെ രണ്ടും. അതായത് പോപ്പുലർ ഈ വിഷൻ ഹോണ്ട അല്ല, നമ്മുടെ പ്രീമിയർ ഹോണ്ടയും നേരെ ഓപ്പോസിറ്റാണ് നെക്സയുടെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ. അപ്പോൾ ഹോണ്ടയുടെ കണ്ടപ്പോഴത്തേനും ചുമ്മാ സിറ്റിക്കും ഇതിനും ബേസ് വേരിയൻറ്റിൻ്റെ വില എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ കയറി. അപ്പോഴത്തേക്കിനും ചുമ്മാ കയറിയപ്പോഴത്തേക്കിനും ബേസ് വേരിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് സിറ്റി എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, സിറ്റി എടുക്കുന്നത്. പക്ഷേ സിറ്റി നമ്മളെ കൊണ്ട് ഒരിക്കലും താങ്ങത്തില്ലാത്തൊരു വണ്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ സിറ്റി എടുക്കാതെ അല്ല സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ നോക്കാതിരിക്കുമായിരുന്നു. അപ്പം സിറ്റി തന്നെയുള്ള ഒരു സെറ്റപ്പിലാണ് ഈ അമേസോൺ. അവിടെ ചെന്ന് അവിടുത്തെ സെയിൽസിൽ ഇരിക്കുന്ന ആൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ തുടങ്ങി. അപ്പം സിറ്റിക്ക് ഇത്രയും ഓഫറുണ്ട്, അമേസിന് ഇത്രയും ഓഫറുണ്ട്, അമേസ് മാക്സിമം ഏറ്റവും കുറച്ച് ഇത്രയ്ക്ക് ഇറക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇരുത്തി ഇടപാട് ചെയ്തു തന്നു. പിന്നെ അതുപോലെ തന്നെ അതായത് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറേ നേട്ടങ്ങളും അങ്ങനെയുള്ള കുറേ ഒരു വാല്യൂം ബിൽഡ് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാനെന്നാൽ നേരെ ഇത് കഴിഞ്ഞിട്ട് നെക്സയിലോട്ട് വില ചോദിക്കാൻ കയറാമെന്ന് കരുതിയിരുന്നാണ്. ഞാൻ പിന്നെ നെക്സയിൽ പോലും കയറാതെ പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യല്ലോ. ഞാൻ തിരിച്ച് പോക്ക് നേരെ പോപ്പുലറിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ വാഗണറിൻ്റെയും കൂടെ കറക്റ്റ് ഷാർപ്പ് വില നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം കറക്റ്റ് വില അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പോപ്പുലറിൽ ചെന്നപ്പോഴത്തേനും വാഗണറിന് 7-7.5 ഇറങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത് 1000 സിലിണ്ടറിൻ്റെ എഞ്ചിന് തന്നെ വ്യത്യാസമുണ്ട്. 1000 സിലിണ്ടറും 1200 സിലിണ്ടറും അങ്ങനെ ലിറ്ററിൻ്റെ 2 സിലിണ്ടർ 4 സിലിണ്ടർ ആയതുകൊണ്ട് 100 ലിറ്റർ കപ്പാസിറ്റി അങ്ങനെ എഞ്ചിൻ്റെ തന്നെ വ്യത്യാസമുണ്ട് LXIക്കും BXIക്കും. അത് ഞാൻ നേരത്തെ ഓടിച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വാഗണറുണ്ട്, BXI ആയിരുന്നു. അത് ഓടിച്ചെന്ന് പറഞ്ഞാൽ നല്ല ബലോനെ കഴിഞ്ഞ് പവറാണ്. ഇപ്പോൾ കൂട്ടിക്കാനൊക്കെ പോകുമ്പോഴത്തേനും പട്ടക്കം പൊട്ടുന്ന പോലെ കയറി പോകാൻ ആ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നമ്മൾ എടുക്കാന്നുള്ള ഒരു കണക്കൂട്ടിൽ നിന്നത്. അപ്പം അങ്ങനെ ചെന്നപ്പോഴാണ് ബേസ് വേരിയൻറ്റ് വാഗണറിനൊന്നും ഈ എഞ്ചിൻ പവർ കിട്ടത്തില്ല. അതായത് ടോപ്പ് എൻ്റെ VXI അല്ലെ ZXI വേരിയൻറ്റുകൾക്ക് ഇത്രയും പവർ കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഓർത്ത് പിന്നെ എന്തിനാ വെറുതെ ഈ വാഗണർ എന്നുള്ള പേരും ആവും, ചായ വണ്ടി എന്നുള്ള പേരും ആവും. സ്വിഫ്റ്റ് ആണെങ്കിലും നല്ല ലുക്കുള്ള സ്വിഫ്റ്റ് വേണമെങ്കിൽ ZXI അല്ലെങ്കിൽ VXI ഉള്ള ടോപ്പ് വേരിയന്റിലേക്ക് പോകണം. അങ്ങനെ നിന്ന് പിന്നെ ഡിസയർ ചോദിച്ചപ്പോൾ ഡിസയർ ഉടനെ മോഡൽ മാറാൻ പോവുക. അതുകൊണ്ട് അത് കറക്റ്റ് ആവാൻ കാര്യം പറഞ്ഞു കേട്ടോ. സെയിൽസ് അവർ പിടിപ്പിക്കാനൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് പിന്നെയും ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ നമ്മുടെ പരിപാടിക്ക് എനിക്ക് വണ്ടി അപ്പം ഡിക്കി സ്പേസ് വേണം, നമ്മളെ ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും പോയി കഴിഞ്ഞാൽ ഇട വേണം ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട്. അപ്പം അതിനുള്ള ഒരു സെറ്റപ്പ് വേണ്ടിയ വണ്ടി.
പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ കല്യാണ ചെറുക്കൻ്റെയും വണ്ടിയൊക്കെ മിക്ക പേർക്കിനും നല്ല പ്രീമിയം കാറുകളായിരിക്കും. ക്രിസ്റ്റയൊക്കെ കുറവാണ്, പിന്നെ BMW ബെൻസൊക്കെ. ഇപ്പോൾ നമുക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ പുറകെ പിടിക്കണമെന്നെങ്കിൽ ഇച്ചിരി പവറുള്ള ഒരു വണ്ടി വേണം, അല്ലെ പുറകെ പിടിക്കാൻ പറ്റിയ വണ്ടി വേണം. അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ എല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ട് ഞാൻ ഇത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്യുമായിരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അവർ ശരിയാക്കി തന്നു. പിന്നെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടുമില്ല, നമ്പർ എടുക്കണം, നമ്പർ എടുത്തില്ല, നമ്പർ TPയിൽ ഓടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ പ്ലാസ്റ്റിക് കൂടല്ല ഇപ്പോൾ പൊളിക്കുക. അങ്ങനത്തെ വീഡിയോ പൊളിച്ച് കഴുകുന്നത്. പിന്നെ മറ്റ് ബ്രാൻഡുകൾ നോക്കിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. ഇറങ്ങി നോക്കട്ടെ, നമ്മുടെ പോർച്ചിൽ നിന്ന് ഇറക്കുമ്പം മാരുതി സുസുക്കിയുടെ വണ്ടിയും ഈ ഹോണ്ടയുടെ വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഈ അമേസിനാണെങ്കിലും സിറ്റിക്കാണെങ്കിലും ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും അങ്ങനെ 2 വേരിയൻറ്റേ ഉള്ളൂ. ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ ഒരുമാതിരിപ്പെട്ട സംവിധാനങ്ങൾ, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, അല്ലെ മ്യൂസിക് പ്ലെയർ, അല്ലെ AC തന്നെ എല്ലാം ഒരുമാതിരിപ്പെട്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ടോപ്പ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം, അതായത് കീലെസ് എൻട്രി, അല്ലെ സ്റ്റാർട്ട് ബട്ടൺ, അതുപോലെ തന്നെ പ്രീമിയം ഡിക്കി ഓപ്പണിംഗ് ഒക്കെ, കീലെസ് ഡിക്കി ഓപ്പണിംഗ്, അങ്ങനെ പ്രീമിയം സെറ്റപ്പുകൾ. അപ്പം ഒരു മാരുതി സുസുക്കിയുടെ വണ്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ LXi അല്ലെങ്കിൽ LXiയിലായിരുന്നു തുടങ്ങുന്നത്. ബേസ് വേരിയന്റിൽ ഒരു വാഗണർ എന്നാണേലും അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആണെങ്കിലും അതിന്റെ LX തൊട്ടുണ്ടെന്ന് തോന്നുന്നു. LX അല്ലെ LXiയിലൊക്കെ ആണെങ്കിൽ തന്നെ ചിലപ്പം പുറകിൽ, അതായത് 2 സീറ്റിലെ പവർ വിൻഡോ ഇല്ല. നമ്മൾ ഇറങ്ങിപ്പോയി കറക്കി ഇപ്പോഴും കറക്കി പോക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ അതായത് അടിസ്ഥാനമായിട്ടൊരു വണ്ടിക്ക് വേണ്ട സംവിധാനമില്ല, എന്നാൽ ആ വണ്ടി ബോഡിയെ കയറ്റി വിട്ടേക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈന്യൂട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ബേസ് വേരിയന്റ് വണ്ടികൾ പല ഓപ്ഷനുകളും ഇല്ല. അപ്പം ഈ ഒരു ഹോണ്ടയുടെ ബേസ് വേരിയന്റ് വണ്ടിയിൽ വരുന്ന ഓപ്ഷനുകളെല്ലാം കൂടെ ഒരു മാരുതി സുസുക്കിയുടെ വാഗണറിനോ സ്വിഫ്റ്റിനോ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും അതിൻ്റെ 9 ലക്ഷം രൂപ ആവും. വാഗണർ ഒരു 7.5 അല്ലെ 7 കിട്ടുമെന്ന് പറഞ്ഞാൽ 7 കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുമാതിരിപ്പെട്ട സംവിധാനങ്ങളൊന്നും കാണുകയില്ല. അപ്പം അത് വെച്ച് നോക്കുന്ന ഒരു പ്രീമിയം ബ്രാൻഡ് വണ്ടിയിൽ അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. വെച്ചാൽ ബേസ് വേരിയന്റ് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം ഉണ്ട്. ടോപ്പ് വേരിയന്റിലോട്ട് പോയാൽ പ്രീമിയം സെറ്റപ്പ്. നിങ്ങൾ അല്ലെ ഒരു സ്വിഫ്റ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചാൽ കറക്റ്റ് നിങ്ങൾ മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്താൽ കറക്റ്റ് അറിയാം. വീല് കപ്പ് പോലും ഇല്ലാത്ത മോഡലുകളുണ്ട്, വീല് കപ്പ് ഇല്ലാത്ത, പവർ വിൻഡോ ഇല്ലാത്ത മോഡലുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു, പിന്നെ അതുപോലെ തന്നെ എഞ്ചിനിലും LXiയിലെ എഞ്ചിനല്ല VXi വരുന്നത്, അങ്ങനത്തെ വരെ വാഗണറിനൊക്കെ മാറ്റമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്കൊരു ഗുണത്തെ കൊള്ളുമല്ലോ. അത് വെച്ച് നോക്കി ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഒരു നേട്ടത്തിൽ കൊണ്ട സംഭവം, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടി എടുത്തത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഈ കവറെല്ലാം ഒന്ന് കട്ട് ചെയ്തും പൊളിച്ചെടുക്കണം, ഒന്ന് കഴുകണം. പിന്നെ നമ്മളിപ്പോൾ നിലവിൽ 2500 കിലോമീറ്റർ വണ്ടി ഓടി. അതിൻ്റെ അകത്ത് എനിക്ക് നല്ല എഫിഷ്യൻസിയും ഗുണങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. യാത്രാസുഖം, AC-യുടെ തണുപ്പ്, കൂളിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ പിന്നെ സീറ്റ് കവറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ തന്നെ ബ്രാൻഡ് വന്നെങ്കിൽ സീറ്റ് കവർ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്പരും എടുത്തിട്ടില്ല. അതൊക്കെയാണ് ഇപ്പോൾ ജസ്റ്റ് പറയാനുള്ളത്. ഇത്രയും കവറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു. ഇനി ഇതിൻ്റെ സീറ്റും കവറെല്ലാം പൊട്ടിക്കണം. വൈറ്റായാണ്, പെട്ടെന്ന് ചെളി പിടിക്കാൻ സാധ്യതയുണ്ട്. പൊട്ടിച്ചു.